വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഒരു ഉപകാരപ്പെടുന്ന ഒരു ടിപ്പായിട്ടാണ്. നമുക്ക് നമ്മളുടെ ജോലികളൊക്കെ എളുപ്പമാക്കി കിട്ടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമാണിത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മുരിങ്ങയില സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടാണ് തോന്നാറുള്ളത്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും, കൂടുതൽ സമയമൊന്നും ചിലവാക്കാണ്ട് നമുക്കെങ്ങനെ എളുപ്പത്തിൽ മുരിങ്ങയില സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ പറയാറുള്ളത് ഓട്ടപാത്രം എന്നാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെയുള്ളൊരു പാത്രം എടുക്കുക. ഇതിപ്പോൾ ഇങ്ങനത്തെ പാത്രം നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമായിരിക്കും. നമ്മൾ കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം പോകാനായിട്ട് വാർക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന പാത്രമാണിത്. ഇനി ഇങ്ങനത്തെ പാത്രം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കയ്യിലുണ്ട്, അതായാലും മതി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാത്രം എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നീളത്തിലുള്ള മുരിങ്ങയുടെ കൊമ്പ് തന്നെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ പുറകിൽ നിന്ന് മെല്ലെ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ഇലയും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള പാത്രത്തിൻ്റെ ഹോൾ കുറച്ച് ചെറുതാണ്. കുറച്ചുകൂടെ വലിയ ഹോളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 3 ഒക്കെ ഒന്നിച്ച് വെച്ചിട്ട് ആ ഹോളിൻ്റെ അകത്തൂടെ ഇട്ടിട്ട് വലിച്ചെടുക്കാൻ പറ്റും. അതായത് നമ്മൾ ചോറൊക്കെ ഊറ്റുന്ന കയ്യിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ ഹോളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതെടുക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ കാണുന്ന പോലെ തന്നെ ഹോളിൻ്റെ ഉള്ളിലൂടെ അടിഭാഗം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ കൊമ്പ് നമ്മൾ മെല്ലെ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇലയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ മുരിങ്ങയില. പക്ഷെ നമ്മൾ ഈ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് പലപ്പോഴും നമുക്കൊരു മടിയായിട്ടാണ് തോന്നാറുള്ളത് അത് എടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ വലിയ ഹോളുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള പാത്രത്തിലേക്ക് നമുക്ക് വലിയ നീളത്തിലുള്ള ഒരു 3 4 ഒക്കെ കൊമ്പുകൾ ഇട്ട് കൊടുക്കുക, ഒന്നിച്ചിട്ട് കൊടുത്ത് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും ഇത് നമ്മൾ കൈകൊണ്ട് ഈരെടുക്കുന്നതിൻ്റെ പകുതി സമയം മതി ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് മുരിങ്ങയില ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് കൂടുതൽ സമയമൊന്നും കളയണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.